അത് നമ്മള് പോകുന്നിട്ടോ. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്ന ആ സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി സ്വയം കടയിലോട്ട് വരുന്നത് അത് ഞങ്ങളെ പരിശോധിച്ച ഞങ്ങൾ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത് ആ ഭാഗത്തും തന്നെ പുള്ളി അവിടെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അബദ്ധം തെറ്റുപറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരു ചേച്ചിയാണ്, ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറ്റസമ്മതം നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് അടുത്തുണ്ടായിരുന്നു, തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് കൂടി വന്നു, പോലീസ് നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. യെസ്, നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം നടത്തിയെന്ന് പ്രതീക്ഷിക്കുന്ന സജിയെയാണ് പിടികൂടിയത്. സജിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അമ്മ മേരിക്കുട്ടി, മൂത്ത സഹോദരൻ റെജി എന്നിവരെ സജി കൊലപ്പെടുത്തി എന്നതാണ് സംശയം. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്നലെയാണ് കണ്ടെത്തിയത്. അതേസമയം 2018 സജിയുടെ പിതാവിനെ കാണാതായതിലും ദുരൂഹത സംശയിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിവരശേഖരണത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട ഒരു പ്രതികരണത്തിൽ തന്നെ തെറ്റുപറ്റിയെന്ന് സജി പറയുന്നതായാണല്ലോ വിവരം. അഭിലാഷ്, തീർച്ചയായും പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാനും മണിക്കൂർ മുൻപാണ് പ്രതി എന്ന് കരുതുന്ന സജിയെ വീടിന് സമീപത്ത് നിന്നും പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. അതായത് ഈ പ്രദേശത്ത് തിരച്ചിൽ നടക്കുന്നതിനിടെ പ്രതി സ്വയമേ ഇറങ്ങി വന്ന് ഇവിടുത്തെ ഒരു സമീപത്തെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നാട്ടുകാരോട് പറയുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ച് പോലീസ് ഇയാളെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. തുടർന്ന് ഈ പ്രദേശത്ത് പോലീസ് പരിശോധന ആരംഭിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ റെജിയെയും അമ്മയെയും കാണാതായെന്നുള്ള ഒരു പരാതിയെ തുടർന്ന് പോലീസ്